ഇന്ന് നമുക്ക് ഫയർ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, വുമനൈസർ ആയിട്ടുള്ള നായകൻ. ഈ നായകനാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറുകയും അവരുടെ കാശ് തട്ടിയെടുക്കുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ നായകനെ കാണാതാകുന്നു. അതിനു പിന്നിൽ ആരായിരിക്കാം? ഇവൻ നശിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതമൊക്കെ പിന്നീട് എന്തായി എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മുഖം വ്യക്തമാകാത്ത ഒരാളാണെങ്കിൽ ആരെയോ കൊല്ലുന്നതാണ്. ആരെയാണ് കൊല്ലുന്നതെന്നോ എന്തിനാണ് കൊല്ലുന്നതെന്നൊന്നും കാണിക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് പോലീസ് ഇൻസ്പെക്ടറായ ഗണേഷിനെയാണ്. ഗണേഷിന് ഒരു മിസ്സിംഗ് കേസ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ തെളിയിക്കുമെന്നൊക്കെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ഈ ഗണേഷ്. അത്ര ടാസ്ക് ആണ് ആ ഒരു കേസ്. അതിനുശേഷം ഗണേഷിനെ കാണുവാനായിട്ട് ഒരു വൃദ്ധ ദമ്പതിമാർ എത്തുകയാണ്. തന്റെ മകനെ ഇന്നലെ മുതൽ കാണാനില്ല എന്ന് കംപ്ലൈന്റ് കൊടുക്കുകയാണ് അവർ. അങ്ങനെ ഗണേശ് ആണെങ്കിൽ ആ പയ്യനെ കുറിച്ച് അന്വേഷിക്കും. അവന്റെ പേരാണ് കാശി. ആ നാട്ടിലെ തന്നെ കുറച്ച് ഫേമസ് ആയ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അത് മറ്റാരുമല്ല, നമ്മുടെ കഥയിലെ നായകനാണ്. അങ്ങനെ ഗണേശ് ആണെങ്കിൽ എത്രയും വേഗം മകനെ കണ്ടെത്തി തരാമെന്ന് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞുവിടും. അതിനുശേഷം ഗണേശും കൂട്ടരും നേരെ പോകുന്നത് കാശി ജോലി ചെയ്യുന്ന ക്ലിനിക്കിലേക്കായിരുന്നു. കാശിയോടൊപ്പം അവന്റെ കൂട്ടുകാരും അവിടെയുണ്ട്. എല്ലാവരോടും കാശിയെ കുറിച്ച് അന്വേഷിക്കും. എന്തെങ്കിലും തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ കേസ് തെളിയിക്കാൻ എളുപ്പമാണല്ലോ എന്നാണ് ഗണേശ് ചിന്തിക്കുന്നത്. അവിടെ ജോലി ചെയ്യുകയെന്ന പെൺകുട്ടിയോടൊക്കെ അന്വേഷിക്കും. പക്ഷെ ആർക്കും യാതൊരുവിധ വിവരവുമില്ല. തലേ ദിവസം കാശി അവിടെ വന്നിട്ടേ ഇല്ലെന്നാണ് അവർ പറയുന്നതും. അങ്ങനെ കേസിനെ കുറിച്ച് ടെൻഷനായി ഇരിക്കുകയായിരുന്നു ഗണേശും കൂട്ടരും. ക്ലിനിക്കിൽ വെച്ച് അവിടെയുണ്ടായിരുന്ന സ്റ്റാഫുകളോടും കാശിയുടെ ഫ്രണ്ട്സിനോടുമെല്ലാം കാശിക്ക് നിങ്ങളെ കൂടാതെ മറ്റേതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ, അതോ എന്തെങ്കിലും പ്രശ്നം മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ തിരക്കുന്ന സമയത്ത് അവർക്ക് അറിയില്ല എന്നായിരുന്നു അവർ മറുപടി പറഞ്ഞതും. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ കാശിയുമായി ബന്ധമുള്ള ഒരു സ്ത്രീയുടെ കാര്യം അവരറിയുകയാണ്. അവരുടെ പേരാണ് മീനാക്ഷി. അവരുള്ളത് രാമേശ്വരത്താണ്. അവർ വിവാഹം കഴിഞ്ഞ് 2 മക്കളുമുണ്ട്. അങ്ങനെ ഗണേശും കൂട്ടരും രാമേശ്വരത്തേക്ക് പോകും. മീനാക്ഷിയോട് കാശിയെ എങ്ങനെയാണ് പരിചയമെന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നത്, മീനാക്ഷിയുടെ ഭർത്താവ് വീണ് കൈക്ക് ചെറിയ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കുവാൻ വേണ്ടി എത്തിയത് ഈ കാശിയുടെ ക്ലിനിക്കിലേക്കായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ഇവരുടെ ഏറ്റവും ഇളയ മകളാണെങ്കിൽ ഒരു കോയിൻ വിഴുങ്ങി. കുഞ്ഞിനെ രക്ഷിച്ചത് കാശിയായിരുന്നു. അതിന്റെ കടപ്പാട് മീനാക്ഷിക്ക് കാശിയോടുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം മീനാക്ഷിയുടെ വീട്ടിലാണെങ്കിൽ അവർ കടം വാങ്ങിയ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ വന്ന് പ്രശ്നമുണ്ടാക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന മീനാക്ഷിക്ക് മുന്നിലേക്ക് കാശി വരും. അവൻ അതുവഴി എവിടേക്കോ പോവുകയായിരുന്നു. ആ പ്രശ്നത്തിൽ കാശി ഇടപെടും. എന്നാൽ മീനാക്ഷിയുടെ പ്രശ്നം കാശി തലയിലെടുത്ത് വെച്ചതിനാൽ ആ ഒരു പലിശക്കാരുമായിട്ട് വലിയ ഫൈറ്റ് തന്നെ നടക്കും. മീനാക്ഷിയൊക്കെ കൊടുക്കാനുള്ള ഫുൾ കാശും കൊടുത്തു തീർത്തത് കാശിയായിരുന്നു. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കാശി അവിടെ നിന്ന് പോയതും. അങ്ങനെയുള്ള പരിചയം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. എന്താ സാറേ പ്രശ്നം? കാശിക്ക് എന്ത് സംഭവിച്ചു? എന്തിനാ കാശിയെ കുറിച്ച് അന്വേഷിക്കുന്നത് എന്നൊക്കെ മീനാക്ഷി ചോദിക്കുന്ന സമയത്ത് ഗണേശ് പറയുന്നുണ്ട്, കാശിയെ കാണാനില്ല എന്നൊരു കംപ്ലൈന്റ് കിട്ടിയിരുന്നു. അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ഗണേശും കൂട്ടരും അവിടെ നിന്ന് പോകും. അതിനുശേഷം അവർ നേരെ വന്നത് ഈ കാശിക്ക് കുറച്ച് സുഹൃത്തുക്കളൊക്കെ കാണുമല്ലോ, അവരടുത്തേക്കായിരുന്നു. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, കാശിക്ക് ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ശത്രുതയുണ്ടോ, അതോ ഇതിനു മുൻപ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, അതോ കാശി ആരെങ്കിലും പ്രണയിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, ക്ലിനിക്കിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, സന്ധ്യ. അവളുമായിട്ട് കാശി നല്ല അടുപ്പത്തിലായിരുന്നു. അവർ പ്രണയത്തിലായിരുന്നെന്നും കൂട്ടുകാർ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കാശിയും സന്ധ്യയുമാണ്. ഒരു ക്ലിനിക്കിലുള്ള സ്റ്റാഫും അവിടുത്തെ ഡോക്ടറും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല സന്ധ്യയും കാശിയും തമ്മിൽ. അതിനപ്പുറമുള്ള ബന്ധമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല സന്ധ്യയ്ക്ക് അവിടെ നല്ല ഫ്രീഡം ആയിരുന്നു. സന്ധ്യയെ വിവാഹം കഴിക്കാമെന്ന് കാശി വാക്കും കൊടുത്തിരുന്നു. അതെല്ലാം അവിടെ അവസാനിച്ച് പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. കാശിയുടെ വീട്ടിലേക്ക് അന്വേഷണത്തിനായി എത്തുകയാണ് ഗണേശും കൂട്ടരും. കാശിയുടെ റൂമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അവിടെ നിന്നും ഒരു ബാഗ് കിട്ടും. ആ ബാഗിനുള്ളിലാണെങ്കിൽ നിറയെ മൊബൈൽ ഫോണും ഹാർഡ് ഡിസ്കും ഒക്കെ ഉണ്ടായിരുന്നു. ആ ബാഗിൽ നിന്ന് കിട്ടിയ മൊബൈൽ ഫോൺസും ലാപ്ടോപ്പും ഹാർഡ് ഡിസ്കും എല്ലാം സൈബർ സെല്ലിൽ കൊടുത്ത് അന്വേഷിച്ചിട്ട് എത്രയും വേഗം എന്നെ അറിയിക്കണമെന്നും ഗണേശ് പറഞ്ഞു. എന്നാൽ അതിലൊരു മൊബൈൽ ഓണാക്കി നോക്കുന്ന സമയത്ത് എവിടേക്കാണ് കാശി അവസാനമായി പോയതെന്ന ലൊക്കേഷൻ കിട്ടും. ആ സ്ഥലം നിറയെ ചപ്പുചവറുകളൊക്കെ കൊണ്ടിടുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ചെന്നിട്ട് ഗണേശിനൊന്നും യാതൊരുവിധ തുമ്പും കിട്ടുന്നില്ല. എന്നാൽ രണ്ടാമത് ആ കാശി പോയ ലൊക്കേഷൻ വീണ്ടും അവർക്ക് കിട്ടുകയാണ്. അതൊരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. അവിടേക്ക് അവർ എത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരനോട് കാശിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളെ അറിയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത്, അറിയാം, എന്റെ ഓണറിന്റെ ഫ്രണ്ടാ,
ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ചെറിയൊരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് വരുന്നത്. 2 ആഴ്ച മുൻപും വന്നിരുന്നു. എന്താ സാറേ പ്രശ്നമെന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല, ഇയാളെ കാണാനില്ല എന്നൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, അത് അന്വേഷിക്കുവാനായിട്ട് വന്നതാണെന്നും പറയും. എന്നാൽ മറ്റൊരു വശത്ത് ആ ലാപ്ടോപ്പൊക്കെ പരിശോധിച്ചിട്ട് സൈബർ സെൽ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഇതിൽ യാതൊരുവിധ കാര്യങ്ങളുമില്ല, ആകെയുള്ളത് കുറച്ച് സിനിമകളും പാട്ടും, അങ്ങനെ കുറച്ച്, അല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന് പറയുന്നു. അത് കാരണം ഗണേശും കൂട്ടരും പിന്നെ ആ ലാപ്ടോപ്പ് ഒന്നും ചെക്ക് ചെയ്യുവാനായിട്ടും പോയില്ല. ഗണേഷിന് ആകെ ടെൻഷൻ. എന്താ ഈ ഒരു കേസിൽ യാതൊരുവിധ ലീഡും കിട്ടാത്തത് എന്ന ടെൻഷനായി ഇരിക്കുകയാണ് ഗണേഷ്. അപ്പോഴാണ് കാശിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ ഇവർ പരിശോധിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആരുമായിട്ടാണ് ചാറ്റ് ചെയ്തിരുന്നത് അവരെയെല്ലാം കണ്ട് അന്വേഷിക്കുവാനായും തീരുമാനിച്ചു. അങ്ങനെ ആദ്യം പോയത് പ്രിയ എന്നൊരു പെൺകുട്ടിയുടെ അടുത്തേക്കാണ്. അവൾ വിവാഹമൊക്കെ കഴിഞ്ഞ് അവളുടെ ഭർത്താവ് ദുബായിലാണ്. 2 ആഴ്ചക്കകം അവൾ ദുബായിലേക്ക് പോകുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുകയായിരുന്നു. എന്നാൽ പോലീസ് വരുന്നത് കണ്ട് പ്രിയ ആദ്യം കരുതിയത് പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വരുന്നതാണെന്നായിരുന്നു. എന്നാൽ അവിടെ എത്തിയ സമയത്താണ് അവൾ സത്യാവസ്ഥ മനസ്സിലാക്കി അവൾ ഞെട്ടിപ്പോകുന്നത്. എന്തെന്നാൽ കാശിയെ കാണാനില്ല എന്ന വാർത്തയാണല്ലോ അവൾ കേട്ടതും. എങ്ങനെയാണ് നിങ്ങൾക്ക് കാശിയെ പരിചയമെന്ന് പ്രിയയോട് ചോദിക്കുന്ന സമയത്ത് പ്രിയ പറയുന്നുണ്ട്, പ്രിയ കാശിയെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ജിമ്മിൽ വെച്ചായിരുന്നു. എന്നാൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയയുടെ കാലിന് ചെറുതായിട്ടൊരു വേദന വന്നു. അത് നോക്കിയത് കാശിയായിരുന്നു. ഇത് പോരാ, നാളെ നിങ്ങൾ എന്റെ ക്ലിനിക്കിലേക്ക് വരുവാനായിട്ടും കാശി പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം പ്രിയയാണെങ്കിൽ ക്ലിനിക്കിൽ പോയി. അവിടെ വെച്ച് അവർ രണ്ടുപേരും നല്ല കൂട്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് പരിചയമെന്നുമാണ് പ്രിയ പറഞ്ഞത്. അവിടെ നിന്നും ഇറങ്ങുകയാണ് ഗണേഷും കൂട്ടരും. അതേസമയം ഗണേഷിനൊരു കോൾ വരും. കാശിയെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞ് ഒരാൾ കീഴടങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു ആ ഒരു കോളും. ഉടനെ തന്നെ അവർ പോലീസ് സ്റ്റേഷനിലേക്കും എത്തി. അവിടെ ഇരിക്കുന്ന ആളിനെ കണ്ട് ഗണേഷും കൂട്ടരും ഞെട്ടുകയാണ്. അതാരെന്നാൽ അവരാ ഒരു ഗസ്റ്റ് ഹൗസിൽ പോയില്ലേ, ആ ഗസ്റ്റ് ഹൗസ് നോക്കി നടത്തുന്ന ആള് തന്നെയായിരുന്നു. ഞാനാണ് കൊന്നതെന്ന് അയാൾ സമ്മതിക്കും. അതേസമയം തന്നെ കാശിയുടെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. എന്റെ മകന് ഒന്നും സംഭവിച്ചിട്ടില്ല, അവൻ കാണാതെ പോയില്ല, അവനെ ഫോറിൻ കൺട്രിയിലുണ്ട്, അവനെന്തോ ബിസിനസ് സംബന്ധിച്ച് പോയതാണെന്ന് അച്ഛനും അമ്മയും വന്ന് പറഞ്ഞ് ആ ഒരു കംപ്ലൈന്റ് പിൻവലിക്കുന്നു. ഇതിൽ ആര് പറയുന്നതാ സത്യം? ദേ ഒരാള് പറയുന്നു ഞാൻ അവനെ കൊന്നുവെന്ന്. ദേ അവന്റെ അച്ഛനും അമ്മയും വന്ന് പറയുന്നു അവൻ എങ്ങും പോയിട്ടില്ല, അവൻ വിദേശ രാജ്യത്തുണ്ടെന്ന്. ഇതിൽ ആര് പറയുന്നത് വിശ്വസിക്കുമെന്ന് ഗണേഷ് ചിന്തിക്കും. എന്നിട്ട് ഗണേഷ് കാശിയുടെ അച്ഛനോടും അമ്മയോടും കാശി വിളിച്ചെന്ന് പറയുന്ന ആ ഒരു ഫോൺ നമ്പറിലെ അത് തരുവാനായും പറഞ്ഞ് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുവാനായും തീരുമാനിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. കാശിയാണെങ്കിൽ അവന്റെ കൂട്ടുകാരന്റെ വിവാഹത്തിന് പോയ സമയത്ത് അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അവളുടെ പേരാണ് അനിത. ഈ അനിതയുടെ ഭർത്താവാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് ആദ്യ നാളിൽ തന്നെ ആക്സിഡന്റായി മരണപ്പെട്ടു പോയി. അതിനുശേഷം അനിതയാണെങ്കിൽ ഒറ്റയ്ക്കൊരു ജീവിതമാണ് മുന്നോട്ട് നയിക്കുന്നത്. അവിടെ വെച്ച് കാശിയും അനിതയും നല്ല കൂട്ടാവുകയാണ്. അനിതയാണെങ്കിൽ തന്റെ ജീവിതത്തെ പറ്റിയൊക്കെ കാശിയോടും പറയുന്നു. കാശി പറയുന്നുണ്ട്, എനിക്ക് മുൻപൊരു ലവർ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ബൈക്കിൽ പോകുന്ന സമയത്ത് ആക്സിഡന്റായി അവൾ എന്റെ കൺമുന്നിൽ വെച്ച് മരണപ്പെട്ടു പോയി. അതിനുശേഷം ഒറ്റയ്ക്കൊരു ജീവിതമാണ് ഞാൻ മുന്നോട്ട് നയിക്കുന്നത് എന്നവൻ സങ്കടത്തോടെ പറയുന്നു. അത് കേട്ട് അനിത പറയുന്നത്, ഇനി അങ്ങോട്ട് ഞാനുണ്ട്, ഇനി ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും കരുതരുതെന്ന് പറഞ്ഞാണ് അവനെ സമാധാനിപ്പിക്കുന്നതും. അങ്ങനെ അനിതയ്ക്കും കാശിക്കുമിടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണ്. ആ ഒരു സീൻ അവിടെ അവസാനിച്ച് പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഗണേഷിനെ ഉയർന്ന ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് ആ ഒരു കാശിയെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞ് ഒരാൾ കീഴടങ്ങിയില്ലേ, അവന്റെ പേരിൽ ആ ഒരു കേസ് ഒന്ന് ക്ലോസ് ചെയ്യുവാനായിട്ടും ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു. എന്നാൽ ഗണേഷ് പറയുന്നത് അതല്ല, കുറച്ചുകൂടി അന്വേഷിക്കുവാനായിട്ടുണ്ട്, എന്തിനാണ് കൊന്നതെന്ന കാരണം അന്വേഷിക്കണമല്ലോ എന്ന് ഗണേഷ് ഉയർന്ന ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. അതിനുശേഷം ആ ഒരു ഗസ്റ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന അയാളെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോഴാണ് അയാൾ ഒരു സത്യം തുറന്നു പറയുന്നത്. കാശിയുടെ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന സന്ധ്യ എന്ന പെൺകുട്ടിയുമായിട്ട് കാശിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നല്ലോ. അങ്ങനെ ക്ലിനിക്കിൽ ആരുമില്ലാത്ത ഒരു ദിവസം അവിടെ വെച്ച് അവർ രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടു. അടുത്ത ദിവസം ഈ സന്ധ്യയാണെങ്കിൽ ജോലിക്ക് വന്നപ്പോൾ അവൾ കണ്ടത് കാശിയുടെ ലാപ്ടോപ്പിലും മൊബൈലിലും നിറയെ വീഡിയോകളാണ്. അത് കാണുന്ന സന്ധ്യയാണെങ്കിൽ ഇതെല്ലാം എന്താ എന്ന് ചോദിക്കുന്ന സമയത്ത് സന്ധ്യയുമായിട്ട് കാശി ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നതിന്റെ വീഡിയോ അവൾ അറിയാതെ ഷൂട്ട് ചെയ്തു വെച്ചത് അവളെ എടുത്ത് കാണിച്ചിട്ട് വിരട്ടുകയാണ് ചെയ്തത്. അത് സന്ധ്യയ്ക്ക് താങ്ങാനായില്ല. അവളെ ചതിക്കുകയായിരുന്നു അവനെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ ഈ സന്ധ്യയാണെങ്കിൽ ആ ഗസ്റ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന ആളില്ലേ, അയാളുടെ ചെറുമകളായിരുന്നു. ഒരിക്കൽ അയാൾ ജോലി കഴിഞ്ഞിട്ട് വന്ന സമയം കഥകാണെങ്കിൽ തുറക്കുന്നില്ല. ഒരുപാട് തട്ടി നോക്കിയിട്ടും തുറക്കുന്നതേയില്ല. ഒടുവിൽ ചവിട്ടി തുറന്നു നോക്കിയപ്പോൾ അയാൾ കണ്ട കാഴ്ച തൂങ്ങി മരിക്കുവാനായി ശ്രമിക്കുന്ന സന്ധ്യയാണ്. സന്ധ്യ അതിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം അവളുടെ മുത്തശ്ശനാണെങ്കിൽ കാര്യം തിരക്കിയപ്പോൾ ഈ നടന്ന സംഭവങ്ങളെല്ലാം മുത്തശ്ശനോട് അവൾ തുറന്നു പറഞ്ഞു. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞത്, നീ പേടിക്കണ്ട, കാശിയുടെ കാര്യമെല്ലാം ഞാൻ ഏറ്റു, നീ അതെല്ലാം മറന്ന് സന്തോഷമായി ജീവിക്കുവാനായിട്ടും പറഞ്ഞ്.
അതുകൊണ്ടാണ് ഞാൻ കാശിയെ കൊന്നു കളഞ്ഞതെന്നും ആ ഗസ്റ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന ആ ഒരു മുത്തശ്ശനുണ്ടല്ലോ അയാൾ പോലീസിനോട് തുറന്നു പറഞ്ഞു. എന്നാൽ അതിനുശേഷം ഗണേഷ് ആണെങ്കിൽ കാശിയുടെ ലാപ്ടോപ്പ് ഒക്കെ പിടിച്ചു വെച്ചിരുന്നില്ലേ, ആ ലാപ്ടോപ്പ് എല്ലാം ചെക്ക് ചെയ്തു നോക്കും. അതിനുള്ളിൽ ഒരുപാട് വീഡിയോ ഉണ്ടല്ലോ, പക്ഷേ അതെല്ലാം ഓപ്പൺ ആക്കുന്ന സമയത്ത് ഭക്തി സംബന്ധമായ കാര്യങ്ങളാണ് വരുന്നത്. എന്നാൽ അതിന്റെ സെന്ററിൽ എത്തുന്ന സമയത്താണ് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് അവൻ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നതിന്റെ വീഡിയോകളായിരുന്നു. അങ്ങനെ ഒരു 100 കണക്കിന് വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ 100 കണക്കിന് പെൺകുട്ടികളെ മോശമായിട്ട് അവരോട് പെരുമാറുന്നതിന്റെ വീഡിയോകളായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും കാശി എത്രത്തോളം മോശപ്പെട്ടവനാണെന്ന് ഗണേഷിന് മനസ്സിലായി. അതേസമയം തന്നെ ഗണേഷിന് ഒരു രാഷ്ട്രീയക്കാരന്റെ കോൾ വരും. കാശിയുടെ കേസ് അന്വേഷിക്കുന്നത് നിങ്ങളല്ലേ? കാശിയുടെ കേസിനെ സംബന്ധിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ ആദ്യം അത് എന്നെ അറിയിക്കണം എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ അത് കേട്ട ഗണേഷ് ആണെങ്കിൽ ആ ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാനായിട്ടും മറ്റു പോലീസുകാരോട് പറഞ്ഞു. അതിനുശേഷം ഈ വീഡിയോയിലൊക്കെ കാണുന്ന പെൺകുട്ടികളെ എല്ലാവരെയും പോയിട്ട് അവരോട് കാശിയെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ആദ്യമൊക്കെ അവരുമായിട്ട് നന്നായിട്ടായിരിക്കും കാശി സഹകരിക്കുക, പിന്നീട് അവരുമായി ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നതിന് ശേഷം അവരെ കാശി ചോദിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുവാനായും ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് പേർ പുറത്തു പറയാൻ കഴിയാതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കാര്യവും പോലീസിന് മനസ്സിലായി. എന്നാൽ അതിൽ ഒരു കാര്യം കൂടി ഗണേഷിന് മനസ്സിലാവുകയാണ്. ഇത്രയും നാളും കാശിയാണെങ്കിൽ മോശമായിട്ട് പെരുമാറിയ പെൺകുട്ടികൾ ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയി. അവളെ കണ്ടെത്തി അവളുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് അവളുടെ ഭർത്താവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഭർത്താവിനോട് ആ വിവരം അന്വേഷിക്കുന്ന സമയത്ത് ഭർത്താവാണെങ്കിൽ ഒരു വോയിസ് റെക്കോർഡ് ഗണേഷിനെ ഏൽപ്പിക്കുന്നു. അതുമായിട്ട് ഗണേഷ് തിരികെ പോവുകയാണ്. അതിനുശേഷം ഈ കാശിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന മീനാക്ഷി, പ്രിയ, അനിത ഇവരുടെയൊക്കെ ഫോൺ കോളുകളെല്ലാം ചെക്ക് ചെയ്യുവാനായിട്ട് പോലീസ് തീരുമാനിക്കുന്നു. അതിനുശേഷം ഇവര് 3 പേരെയും ചോദ്യം ചെയ്യും. എന്നിട്ട് അനിതയോടും പ്രിയയോടും മീനാക്ഷിയോടും ചോദിക്കുന്നത്, നിങ്ങൾക്ക് 3 പേർക്കും ഒരു പുരുഷന്റെ തുണ ആവശ്യമായിരുന്നു. പ്രിയ, നിന്റെ ഹസ്ബൻഡ് ദുബായിലാണ്, നിനക്കും ഒരു പുരുഷന്റെ തുണ ആവശ്യമല്ലായിരുന്നു. മീനാക്ഷിക്കും അതുപോലെ തന്നെ. നിങ്ങൾ അതുപോലെ അവനോടൊപ്പം ഇടപഴകിയതിനു ശേഷം അവനെ നിങ്ങൾ 3 പേരും ചേർന്ന് കൊന്നു കളഞ്ഞതല്ലേ എന്ന് ചോദിക്കും. അതിൽ മീനാക്ഷി മാത്രമാണ് അതെ, ഞാൻ തന്നെ അവനെ കൊന്നതെന്ന് സമ്മതിക്കുന്നു. അവൾ സ്ട്രോങ് ആയിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കും. എന്നാൽ അതേ സ്ഥലത്തേക്ക് തന്നെ ആ ഒരു ഗസ്റ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന ആളുണ്ടല്ലോ, അയാളെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യും. അപ്പോൾ അയാളും പറയുന്നത് അതെ, ഞാനാ കൊന്നത്, ഞാൻ തന്നെ അവനെ കൊന്നു കളഞ്ഞത് എന്ന് തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇതിൽ ആര് പറയുന്നത് വിശ്വസിക്കണമെന്ന കൺഫ്യൂഷൻ ആയിരുന്നു ഗണേഷിന്. അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ആ ഒരു ഗസ്റ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന ആളുണ്ടല്ലോ, അയാൾ പറയുന്നത് പോണ പോക്ക് കണ്ടിട്ട് സന്ധ്യയുടെ മുത്തശ്ശനുണ്ടല്ലോ ആ ഗസ്റ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന, അയാൾ മനസ്സിൽ ചിന്തിക്കും ഇനിയെല്ലാം മറച്ചു വെച്ചിട്ട് കാര്യമില്ല, എല്ലാ സത്യവും തുറന്നു പറയേണ്ട സമയമായി എന്ന് ചിന്തിക്കും. അതിനുശേഷം പിന്നീട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് കാണിക്കുന്നത്. ഇവര് 4 പേരും ചേർന്നാണ് കാശിയെ കൊല്ലുവാനായിട്ട് പ്ലാൻ ഇട്ടത്. എപ്പോൾ മുതലാണ് കാശി ചതിക്കുന്നുവെന്ന് മനസ്സിലാക്കി അപ്പോൾ മുതൽ മീനാക്ഷിക്കും പ്രിയയ്ക്കും അനിതയ്ക്കും അവനോട് നല്ല വൈരാഗ്യമായിരുന്നു. എങ്ങനെയെങ്കിലും അവനെ കൊല്ലണമെന്ന വാശിയായിരുന്നു അവർക്ക്. അതുപോലെ തന്നെയായിരുന്നു സന്ധ്യയുടെ മുത്തശ്ശനും. സന്ധ്യയാണെങ്കിൽ എല്ലാ സത്യവും മുത്തശ്ശനോട് തുറന്നു പറഞ്ഞിരുന്നല്ലോ. അതിനുശേഷം സന്ധ്യയാണെങ്കിൽ ആത്മഹത്യ ചെയ്ത് അവൾ മരണപ്പെട്ടു പോവുകയും ചെയ്തു. ആ ഒരു വേദന മുത്തശ്ശന് താങ്ങാനായില്ല. അങ്ങനെയാണ് മീനാക്ഷിക്കും പ്രിയയ്ക്കും അനിതയ്ക്കുമൊപ്പം മുത്തശ്ശനെ ചേർന്ന് കാശിയെ കൊല്ലണമെന്ന് അവർ പ്ലാനിട്ടത്. പ്രിയ പറയുന്നത് ഞാൻ അവനെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്താം, അവന് കുടിക്കാനായി കൊടുക്കുന്ന വെള്ളത്തിൽ നമുക്ക് മയക്കുമരുന്ന് കലർത്താം, അതിനുശേഷം അവനെ കൊന്നു കളയാമെന്നും 4 പേരും ചേർന്ന് പ്ലാൻ ചെയ്തു. പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാശിയെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി. അവന് കുടിക്കാനുള്ള വെള്ളവും കൊടുത്തു. പക്ഷെ അവൻ പറയുന്നത് ഞാനൊന്ന് പോയിട്ട് ഒന്ന് സിഗരറ്റൊക്കെ വലിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പുറത്തേക്ക് പോകുന്നതും. എന്നാൽ സിഗരറ്റ് വലിക്കാനായിട്ടും ഒന്ന് ഫ്രഷ് ആകുവാനായിട്ടും പുറത്തേക്ക് പോയ കാശിയെ മുഖം മറച്ചുകൊണ്ട് ഒരാൾ വന്നിട്ട് അവനെ അടിച്ചിട്ടിട്ട് കടത്തിക്കൊണ്ട് പോകുന്നതാണ് കണ്ടതെന്നും മുത്തശ്ശൻ തുറന്നു പറയുന്നു. എന്നാൽ അത് ആരാണെന്ന് തങ്ങൾ കണ്ടില്ല, മുഖമൊക്കെ മറച്ചിരുന്നുവെന്ന് മുത്തശ്ശൻ പറയുകയാണ്. കാശിയെ കൊന്നത് പിന്നെ ആരായിരിക്കുമെന്ന ചിന്ത ഗണേഷിനുണ്ടാകുന്നു. ഗണേഷിനടുത്ത് സംശയം ഉണ്ടാകുന്നത് ആ രാഷ്ട്രീയക്കാരനെയാണ്. അയാളായിരിക്കുമോ കാശിയെ കൊന്നത് എന്ന് ചിന്തിച്ച് രാഷ്ട്രീയക്കാരനെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് ഗണേഷ് തീരുമാനിക്കും. ഗണേഷിന്റെ കൈവശം മരിച്ച പെൺകുട്ടിയുടെ ഹസ്ബൻഡ് കൊടുത്ത ആ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ടായിരുന്നല്ലോ, അത് കേട്ടു നോക്കുന്ന സമയത്ത് ഗണേഷിനൊരു കാര്യം മനസ്സിലായി. ഈ കാശിയും ആ രാഷ്ട്രീയക്കാരനും ഒരു ഗ്യാങ് ആണ്. കാശി ഒരുപാട് പെൺകുട്ടികളുമായി ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടിട്ട് അവരുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഒരുപാട് കാശ് പറ്റിക്കുമായിരുന്നു. എന്നിട്ട് ഇതേ പെൺകുട്ടികളെ തന്നെ ആ രാഷ്ട്രീയക്കാരനും വിട്ടുകൊടുത്ത് ഒരുപാട് കാശ് സമ്പാദിച്ചിരുന്നു. അതിലൊരു പെൺകുട്ടി ഈ രാഷ്ട്രീയക്കാരനെ കാരണമാണ് മരണപ്പെട്ടു പോയതും. അതിനുള്ള തെളിവുകളായിരുന്നു അവളുടെ ഭർത്താവിന്റെ കൈവശമുണ്ടായിരുന്ന ആ ഒരു വോയിസ് റെക്കോർഡിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ രാഷ്ട്രീയക്കാരനെതിരായിട്ടുള്ള തെളിവുകളെല്ലാം ഇപ്പോൾ ഗണേഷിന്റെ കൈവശമുണ്ടല്ലോ. അത് വെച്ചിട്ട് രാഷ്ട്രീയക്കാരനെ അറസ്റ്റും ചെയ്യുന്നു.
കൊണ്ടുവന്നു. എന്നിട്ട് ഈ കാശിയാണെങ്കിൽ ഇത്രയും പെൺകുട്ടികളെ ചതിച്ചതിനു ശേഷം അവരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി നാട് വിട്ടു എന്ന് കേസും ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷമാണ് കഥയിലൊരു ട്വിസ്റ്റ്. കാശി എങ്ങനെയാണ് മരണപ്പെട്ടതെന്നാണ് കാണിക്കുന്നത്. ഈ ഗണേഷിന് ഒരു മകളുണ്ട്, പക്ഷെ അത് സിനിമയുടെ തുടക്കത്തിലൊന്നും കാണിച്ചിട്ടില്ല. ഗണേഷിന്റെ മകളും ഈ കാശി കാരണം ചതിക്കപ്പെട്ടൊരു പെൺകുട്ടിയായിരുന്നു. അവളും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ കാശിയിൽ നിന്നും അനുഭവിച്ചിരുന്നു. അതെല്ലാം ഈ പോലീസ് ഓഫീസർ അവസാനമാണ് അറിഞ്ഞത്. എന്നാൽ ഈ ഒരു ഗണേഷിന് കാശിയോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു. തന്റെ മകൾക്കും ആ ഒരു ഗതി വന്നല്ലോ, അതുകൊണ്ട് ഇനി അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ച് കാശിയെ കൊന്നു കളഞ്ഞത് ഈ ഒരു പോലീസ് ഓഫീസർ തന്നെയാണ്. ആരും അറിയാതെ മുഖംമൂടിയിട്ട് വന്ന് കാശിയെ അടിച്ചു തൂക്കി അവിടെ നിന്ന് കൊണ്ടുപോയി കൊന്നു കളഞ്ഞതും ഈ ഗണേഷ് തന്നെയാണ്. തന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഗണേഷ് അത്തരം ഒരു പ്രവൃത്തി ചെയ്തതും. എന്നിട്ട് ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കാശി മിസ്സിംഗ് ആയിട്ടുള്ള കേസ് ഗണേഷ് അന്വേഷിക്കുവാനായിട്ടും തീരുമാനിച്ച് അതിനു വേണ്ടിയിട്ട് ഒരു ടീമിനെയും രൂപീകരിച്ചു. എന്നിട്ട് അവസാനം എന്താണ് ചെയ്തത്? കാശി പെൺകുട്ടികളെയൊക്കെ ചതിച്ച് അവരുടെ കാശുമായിട്ട് നാട് വിട്ടുവെന്ന് കേസും ക്ലോസ് ചെയ്തു. അതിന്റെ എല്ലാത്തിന്റെയും മാസ്റ്റർ ബ്രെയിൻ ഗണേഷ് തന്നെയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഈ ഒരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചു കാണില്ലല്ലേ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.